വിവാഹേതര ബന്ധത്തിന്റെ പേരിൽ വലിയ തോതിൽ ആരോപണങ്ങൾ നേരിടുന്ന മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ രാജിവെക്കുമോ അതോ സാധാരണയായി കേരള രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്ത് കണ്ടുവരുന്ന മാപ്പ് പറഞ്ഞ് തടിയൂരുന്ന സംഭവമാകുമോ ഉണ്ടാകുക? ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ് ഇത്തരത്തിൽ ഒരു മന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നത്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. മന്ത്രി ഗണേഷ് കുമാറിനെതിരായ വിവാഹേതര ബന്ധാരോപണ പരാതി ഒത്തുതീർപ്പാകുന്നതായി റിപ്പോർട്ടുകൾ. ഗണേഷിനെതിരെ പരാതി ഇല്ലെന്ന് ഭാര്യ ബിന്ദു മേനോൻ മന്ത്രി ഫോണിൽ വിളിച്ചു. താൻ ഇന്നലെ നടത്തിയത് വൈകാരിക പ്രതികരണം മാത്രമാണ്. പോലീസിന് താൻ പരാതി നൽകിയില്ലെന്നും പ്രതികാര നടപടിക്ക് ഇല്ലെന്നും ബിന്ദു. ശാലിനിയും മനോജും വിവരങ്ങളുമായി ചേരുകയാണ്. ശാലിനി, കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു സംഭവമായി കഴിഞ്ഞ ദിവസം ഗണേഷിന്റെ ഭാര്യ പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയായിരുന്നു. ഇന്നൊരു പക്ഷേ മന്ത്രി രാജിവെക്കും എന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. ഈ പശ്ചാത്തലത്തിൽ ഗണേഷ് തന്നെ ഫോണിൽ വിളിച്ച് മാപ്പ് പറഞ്ഞ് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായതുകൊണ്ടാണോ ഇപ്പോൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ മന്ത്രിയുടെ ഭാര്യ ഇന്നിപ്പോൾ തിരുത്തി പറയുന്നത്? ഗൗതമ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ബിന്ദു മേനോൻ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഇത്തരത്തിലൊരു വിവാഹേതര ബന്ധത്തെപ്പറ്റി ആരോപണം ഉന്നയിക്കുന്നത്. നേരിട്ട് മാധ്യമത്തിന് മുൻപിൽ അവർ പ്രതികരണവുമായി എത്തുകയും ചെയ്യുകയായിരുന്നു. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇന്നലെ മന്ത്രിക്കെതിരെ മന്ത്രിയുടെ ഭാര്യയായിരുന്നുള്ള ബിന്ദു മേനോൻ പറയുകയും ചെയ്തത്. അതായത് കഴിഞ്ഞ മാർച്ച് 7-ാം തീയതി വാളകത്തെ കീഴൂട്ട് വീട്ടിലേക്ക് അവർ എത്തുമ്പോൾ അവിടെ മറ്റൊരു യുവതി ഉണ്ടായിരുന്നു. ബെഡ്റൂമിൽ കാണാൻ പാടില്ലാത്ത രീതിയിൽ മന്ത്രിക്കൊപ്പം അവരെ കണ്ടിരുന്നു എന്നുള്ളതാണ് ബിന്ദു മേനോൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ചില സഹായങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീലേഖ അടക്കമുള്ളവരെ സമീപിച്ചു. ശ്രീലേഖയുടെ നിർദ്ദേശപ്രകാരം 112 എന്ന കൺട്രോൾ റൂം നമ്പറിലേക്ക് ഫോൺ വിളിച്ചു. പോലീസ് എത്തി. പക്ഷേ പോലീസ് ഒരു രീതിയിലുമുള്ള നടപടി സ്വീകരിച്ചില്ല എന്നുള്ള ഗുരുതര ആരോപണങ്ങളായിരുന്നു ഇന്നലെ ആഭ്യന്തര വകുപ്പിനെതിരെ ഉന്നയിക്കുകയും ചെയ്തത്. തൊട്ടു പിന്നാലെ തന്നെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ മകൾ അടക്കമുള്ളവരെ നേരിട്ട് ഈ വിവരങ്ങൾ പറഞ്ഞിട്ടും മുഖ്യമന്ത്രിയോ മറ്റ് മന്ത്രിമാരോ ആരും തന്നെ ഒരു സഹായത്തിനായി എത്തിയില്ല എന്നുള്ളൊരു മന്ത്രിയുടെ ഭാര്യ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തതാണ്. പക്ഷേ ഇക്കാര്യത്തിലാണ് ഇപ്പോൾ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. അല്പസമയത്തിനകം ക്യാബിനറ്റ് ചേരാൻ പോവുകയാണ്. ക്യാബിനറ്റ് ചേരുന്നതിന് മുൻപ് തന്നെ പ്രശ്നപരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, അല്ലെങ്കിൽ പരാതി പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. രാഷ്ട്രീയപരമായി ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ്. പത്തനാപുരത്ത് നിയോജക മണ്ഡലത്തിൽ കെ.ബി. ഗണേഷ് കുമാർ വീണ്ടും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് ബിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള പ്രചരണമടക്കം ആരംഭിച്ചൊരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാൻ കെ.ബി. ഗണേഷ് കുമാർ തയ്യാറെടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാര്യയുടെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ഇന്നലെ തൻ്റെ ഭർത്താവ് കെ.ബി. ഗണേഷ് കുമാർ ഫോണിൽ വിളിച്ചിരുന്നു. എല്ലാ കാര്യങ്ങളും ഫോണിലൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. നേരിൽ കാണാൻ ഇരിക്കുകയാണ്. അതിലൂടെ തങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും പരിഹാരമുണ്ടാകും. പോലീസിനെ താൻ പരാതിയുടെ ഭാഗമായി സമീപിക്കില്ല. പോലീസിൽ താനൊരു പരാതി നൽകില്ല. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. താൻ വൈകാരികമായ രീതിയിൽ പ്രതികരിച്ചതാണ്. ഇന്നലെ അത്തരത്തിലൊരു പ്രതികരണമാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ താൻ നടത്തിയത് എന്നുള്ളതാണ് ബിന്ദു മേനോൻ ഇപ്പോൾ അല്പസമയം മുമ്പ് പറയുകയും ചെയ്യുന്നത്. പൊതുസമൂഹത്തോട് മന്ത്രി മാപ്പ് പറയേണ്ടതില്ല എന്നുള്ളതാണ് മന്ത്രിയുടെ ഭാര്യ ബിന്ദു മേനോൻ പറയുന്നത്. ഇപ്പോൾ ഗണേഷ് കുമാറിനെതിരെ ഇപ്പോൾ ആദ്യത്തെ പരാതിയൊന്നുമല്ലല്ലോ. 2013 ഡോക്ടർ യാമിനി തങ്കച്ചി, ഗണേഷിന്റെ ആദ്യത്തെ ഭാര്യ, ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടതാണ്. ഗണേഷ് മർദ്ദിച്ച് എങ്ങനെയാണ് സ്വന്തം ഭാര്യയെ അവശയാക്കിയത് എന്നതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടിരുന്നു. പിന്നീട് സോളാർ കേസ് കേരളത്തിൽ കത്തിക്കാളി കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന ഘട്ടത്തിൽ അന്ന് ഗണേഷ് കുമാറിനെതിരായ തെളിവുകൾ പുറത്തു വന്നതാണ്. അപ്പോൾ സ്ത്രീകളോടുള്ള മനോഭാവം എന്താണ് ഈ വ്യക്തിയുടേത് എന്നത് സംബന്ധിച്ച് ഇനി നമ്മൾ ഇഴകീറി പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൻ്റെ രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ സംഭവം അങ്ങനെ ഒതുക്കി തീർത്തിരിക്കുകയാണ്. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും ഗൗതം, അങ്ങനെ തന്നെയാണ്. ഒന്നിലധികം വിഷയങ്ങളിൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ മുമ്പും ഇത്തരത്തിൽ പ്രതിരോധത്തിലായിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം വേണം ഇപ്പോൾ ബിന്ദു മേനോൻ്റെ ഈ ഒരു ആക്ഷേപത്തെ, ആരോപണത്തെയൊക്കെ കാണുകയും ചെയ്യേണ്ടത്. എന്തായാലും ആ പ്രശ്നം രാഷ്ട്രീയമായി തന്നെ ഒത്തുതീർപ്പിലേക്ക് ഗണേഷ് കുമാർ തന്നെ എത്തിക്കുകയാണ്. പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള വിവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. വിവിധ യുവജന സംഘടനകളടക്കം പ്രതിഷേധം അറിയിച്ചു. ഇന്നലെ കൊല്ലത്ത് പലയിടങ്ങളിൽ കെ.ബി. ഗണേഷ് കുമാറിനെ കരിങ്കൊടി കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പരാതിയുമായി ഭാര്യ എത്തിയിട്ടില്ല എങ്കിൽ
ദിവസങ്ങളിൽ പോലും മറ്റ് മൂന്നാമതൊരാൾ പരാതിയുമായി എത്തുന്ന ഒരു സാഹചര്യം. അങ്ങനെ വലിയ രീതിയിൽ രാഷ്ട്രീയമായ പ്രതിരോധത്തിലേക്ക് ഗണേഷ് കുമാർ എത്തുമ്പോഴാണ് മാപ്പ് പറഞ്ഞുകൊണ്ട് ഭാര്യയെ വിളിച്ച് പ്രശ്നം അവിടെ ഒതുക്കി തീർക്കാൻ, അതായത് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു വീട്ടിലെ കാര്യമെന്ന രീതിയിൽ ഒതുക്കി തീർക്കാൻ ഒരു ഭാഗത്ത് KB ഗണേഷ് കുമാർ ശ്രമം നടത്തുന്നു. അതിന് ഒപ്പം നിന്നുകൊണ്ട് ഭാര്യ ബിന്ദു പ്രതികരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലെ ഒരു അംഗത്തെ വിളിച്ചാണ് താൻ നേരിട്ട പ്രശ്നങ്ങൾ പറഞ്ഞത്. എന്നിട്ട് ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും അത്തരത്തിലുള്ള ഗാർഹിക പീഡനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ട് അതിന് പരിഹാരം കാണാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറായില്ല എന്നൊരു ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. മറുഭാഗത്ത് പോലീസിന്റെ കൺട്രോൾ റൂമിൽ വിളിച്ച ഒരു മന്ത്രിയുടെ ഭാര്യ തന്നെ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ ആ കൺട്രോൾ റൂമിന്റെ പോലീസ് അവിടെ എത്തി തങ്ങൾക്ക് സഹായിക്കാൻ കഴിയില്ല, തങ്ങളുടെ പരാതിയിൽ നിൽക്കുന്നതല്ല എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡർ ഏത് വഴിയിലേക്കാണ് പോകുന്നത് എന്നൊരു വലിയ ചോദ്യം ഒരു ഭാഗത്ത് നിലനിൽക്കുകയും ചെയ്യുകയാണ്. അത് തന്നെയായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ രാഷ്ട്രീയമായി പ്രതിപക്ഷ പാർട്ടികൾ ആയുധമാക്കുകയും ചെയ്യുന്നത്. കാരണം ഒരു മന്ത്രിയുടെ ഭാര്യ വിളിച്ച് പോലീസിനോട് സഹായം അഭ്യർത്ഥിച്ചിട്ട് സഹായം ചെയ്യാത്ത പോലീസ് അത് കൈയാളുന്ന മുഖ്യമന്ത്രി, ഓൺലൈനായി പരാതികൾ ലഭിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ട വിഷയമടക്കം നമ്മൾ കണ്ടതാണ്. ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇടുന്ന പരാതികൾ വരുന്നു. ഒപ്പം തന്നെ ഇമെയിലിലൂടെ പരാതി അയക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അറസ്റ്റ് ചെയ്യാനും മറ്റ് നടപടികളുമായി വീട്ടിൽ കയറി ശാലിനി അവിടെ തുടരൂ. കൊല്ലത്ത് നിന്ന് മനോജ് കൂടി ചേരുകയാണ്. മനോജ്, ഇപ്പോൾ ഇതാ വളരെ പെട്ടെന്ന് ഭാര്യയ്ക്ക് പരാതി ഇല്ലാണ്ടായി. മന്ത്രി തന്നെ പറയുന്നു ഇനിയിപ്പോൾ ആർക്കാണ് പരാതി എന്ന് പറയുന്നു. അങ്ങനെ ഈ പ്രശ്നം ഏതാണ്ട് ഒത്തുതീർപ്പാക്കാൻ പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അറിയാം. സംഭവിച്ച കാര്യങ്ങൾ മന്ത്രിയുടെ ഭാര്യ തന്നെ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ എന്തൊക്കെയോ സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിലാകാം ആ സ്ത്രീ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറ്റി പറയുന്നത്. സംഭവം നടന്നു എന്ന് പറയുന്ന ദിവസം തന്നെ ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ പോയതാണ്. അതിനുശേഷം, അതായത് ഈ ഫോൺ ഉൾപ്പെടെ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം അവിടെ പോലീസ് എത്തുന്നു. പിന്നീട് ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ വിഷയം പുറത്തറിയരുത് എന്നുള്ള ആവശ്യം മന്ത്രി മുന്നോട്ട് വെക്കുന്നു. എന്തായാലും അതിനുശേഷം സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ വിഷയം ചർച്ചയായതിനു പിന്നാലെയാണ് ഇത് വാർത്തയാകുന്നതും അതോടൊപ്പം തന്നെ ഇതിൽ മന്ത്രി പ്രതികരണം നടത്തുന്നതും. മന്ത്രിയുടെ പ്രതികരണത്തിന്മേലാണ് ബിന്ദു മേനോൻ അടുത്ത പ്രതികരണം നടത്തുന്നത്. ബിന്ദു മേനോന്റെ പ്രതികരണം എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു. ഇത്തരം കാര്യങ്ങൾ നടന്നുവെന്ന് സ്ഥിരീകരിച്ചുകൊണ്ടാണ് ബിന്ദു മേനോൻ പ്രതികരിച്ചത്. എന്നാൽ മന്ത്രിക്ക് ഇത് വലിയ കുരുക്കാവുമെന്ന് കണ്ടുകൊണ്ട് തന്നെ തന്ത്രപരമായി നീങ്ങുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് ഫോണിൽ ഇന്നാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഫോണിലൂടെ ബന്ധപ്പെട്ട് കൃത്യമായും മാപ്പ് പറയുകയും ഒരു തരത്തിലും ഈ തന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കരുത് എന്നുള്ള കാര്യം മുന്നോട്ട് വെച്ച് തന്നെയാണ് KB ഗണേഷ് കുമാർ ഇക്കാര്യമൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇപ്പോൾ ബിന്ദു മേനോൻ നടത്തുന്ന പ്രതികരണം അത് കൃത്യമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതൊരു കുടുംബ പ്രശ്നമായി മാത്രം കാണേണ്ടതുള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ സംസ്ഥാനത്തിലെ ഒരു മന്ത്രിയാണ്, മന്ത്രിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളാണ്, ഇവയൊക്കെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നത്. അതൊക്കെ ആദ്യഘട്ടത്തിൽ ഭാര്യ ശരിവെക്കുകയും ചെയ്തു. അതിന്മേൽ LDF വലിയ പ്രതിസന്ധിയാവുകയും ചെയ്തു. ഘടകകക്ഷികളെയൊക്കെ ചേർത്തുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുവാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. LDF നേതൃത്വത്തിന് കൂടുതൽ പ്രതിസന്ധിയാകുമെന്ന് കണ്ടുകൊണ്ട് തന്നെ ഗണേഷ് കുമാറിനെ രാജിവെപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. രാജി ആവശ്യപ്പെടുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു LDF നേതൃത്വം. പക്ഷേ ഗണേഷ് കുമാറിന്റെ തന്ത്രപരമായ നീക്കത്തിൽ ഇനി LDF എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇനിയും ഇത്തരത്തിൽ ഗണേഷ് കുമാറിനെ ചുമക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമടക്കം ഈ LDF-നുള്ളിൽ ഉയർന്നു കേട്ടിരുന്നു. CPI അടക്കം കടുത്ത നിലപാടിലേക്ക് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി ഗണേഷ് കുമാർ തന്ത്രപരമായി നീങ്ങിയത് കൊണ്ട് LDF-നെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ കാര്യങ്ങൾ ഒരു കൺഫ്യൂഷനാണ് നേതൃത്വത്തിന് ഉണ്ടാകുന്നത്. കാരണം അത്തരത്തിൽ ഒരു കുരുക്ക് വന്നു നിൽക്കുമ്പോൾ, അതായത് ഗണേഷ് കുമാറിന് നേരെ ഈ ആരോപണങ്ങൾ സംസ്ഥാനമൊട്ടാകെ ഉയർന്ന് കേട്ടപ്പോൾ അതിനെ കൃത്യമായൊരു നടപടി സ്വീകരിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഉയർന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള നടപടി എടുക്കും, അല്ലെങ്കിൽ മന്ത്രിയെ രാജിവെപ്പിക്കണമോ എന്നുള്ളതിൽ ഒരു ആശയക്കുഴപ്പം LDF-നുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും LDF-നെ സംബന്ധിച്ചിടത്തോളം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാറിനും അത് തന്നെയാണ്. പത്തനാപുരത്ത് അടക്കം സ്ഥാനാർത്ഥിയാകേണ്ടതുണ്ട്. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും വലിയ ലക്ഷ്യമുണ്ട്. ഈ ലക്ഷ്യത്തിനിടയിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ഏത് വിധേനയും അതിനെ മറികടക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഗണേഷ് കുമാറിന് മുമ്പിലില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നു. അതിന്റെ ഫലമെന്ന് തന്നെ നമുക്ക് എന്ന് പറയാം. ഈ രീതിയിൽ
സംസാരിച്ച ശേഷമാണ് മന്ത്രി ഇന്ന് വീട് വിട്ടിറങ്ങിയിട്ടുള്ളത്. വീട് വിട്ടിറങ്ങിയ ശേഷം തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയാണ്. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ന് ഇത്തരമൊരു പ്രതികരണം വന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കം ഈ കാര്യത്തിൽ വിശദീകരണം ചോദിക്കുകയും മറ്റ് തരത്തിലേക്കുള്ള നടപടിയിലേക്ക് പോവുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ നിലവിലെ ഒരു കാര്യം, അതായത് ഭാര്യ ബിന്ദു മേനോൻ തന്നെ ഭർത്താവാണ്, ഭർത്താവിനോട് ഇഷ്ടമുണ്ട്, ഇക്കാര്യങ്ങളൊന്നും ഇനി ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വരുമ്പോൾ LDF നേതൃത്വം അത് എത്തരത്തിൽ നോക്കിക്കാണുമെന്നതാണ് പ്രധാനം. എന്തായാലും നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആശയക്കുഴപ്പത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തുടരൂ. ശാലിനി തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുകയാണ്. ശാലിനി, മന്ത്രിസഭാ യോഗം ആരംഭിച്ചുവോ? ഗണേഷ് കുമാർ അവിടെ എത്തിയിട്ടുണ്ടോ? എന്താണ് അതിന്റെ അപ്ഡേറ്റ്സ് നൽകൂ. ഗൗതമ, മന്ത്രിസഭാ യോഗം ആരംഭിച്ചിരിക്കുകയാണ്. ഏകദേശം 11 മണിയോടുകൂടി 1 മണിക്കൂറിനുള്ളിൽ മന്ത്രിസഭാ യോഗം അവസാനിക്കും. അതിനുശേഷം KSRTCയുടെ ഒരു ആശുപത്രി ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ നടക്കുകയാണ്. മന്ത്രിസഭാ യോഗം ചേരുന്നതിന് മുൻപ് തന്നെ ഈ വിഷയത്തിൽ ചില പ്രതികരണങ്ങൾ നടത്താൻ മന്ത്രി തയ്യാറാണ്. അത് ഈ ആശുപത്രിയിൽ വെച്ച് ആശുപത്രി ഉദ്ഘാടനത്തിന് എത്തുമ്പോൾ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളത് അറിയിച്ചതുമാണ്. ഇപ്പോൾ എന്തായാലും പ്രശ്നങ്ങൾ ഒത്തുതീർപ്പിലേക്ക് എത്തുന്നതിൻ്റെ സൂചന നൽകിക്കൊണ്ട് തന്നെയാകാം ആ ഒരു മാധ്യമങ്ങളെ കാണാനുള്ള അറിയിപ്പ് മുൻകൂട്ടി എത്തിയതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ക്യാബിനറ്റ് പൂർത്തീകരിക്കും. ക്യാബിനറ്റ് പൂർത്തീകരിച്ചതിന് ശേഷം മന്ത്രി മാധ്യമങ്ങളെ കാണും. ഇനി മന്ത്രിയുടെ വിശദീകരണം കൂടി ഇക്കാര്യത്തിൽ തേടേണ്ടതായിട്ടുണ്ട്. എന്തായാലും രാഷ്ട്രീയമായി പ്രശ്നം ഒതുക്കി തീർക്കാൻ ഇടപെടൽ നടന്നിട്ടുണ്ട്. 7-ാം തീയതി ഈ പ്രശ്നം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ അതിൻ്റെ നീക്കങ്ങൾ ആരംഭിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇന്നത്തെ ഇപ്പോൾ ഈ ബിന്ദു മേനോന്റെ പ്രതികരണം എന്നുള്ളതാണ്. എന്തായാലും പ്രശ്നങ്ങൾ വീട്ടിൽ പറഞ്ഞു തീർത്ത് എങ്കിൽ പോലും പൊതുസമൂഹത്തിന്റെ മുൻപിൽ, മാധ്യമങ്ങൾക്ക് മുൻപിൽ അത് പറഞ്ഞ് അവസാനിപ്പിച്ചു, പരാതിയില്ല എന്ന് ബിന്ദു മേനോൻ പറയുമ്പോഴും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് ചില പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ഗുരുതരമായി ഇനി ചർച്ചയ്ക്ക് വരും എന്നുള്ളതിൽ സംശയമില്ല. പല നേതാക്കന്മാരും, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ അടക്കമുള്ളവർ, കെ മുരളീധരൻ അടക്കമുള്ളവർ അല്പസമയം മുമ്പ് ഇപ്പോൾ KB ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യമായിട്ടല്ല മന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. മുൻപ് ആദ്യ ഭാര്യ യാമിനി തങ്കച്ചി, പിന്നീട് പല പെണ്ണു വിഷയങ്ങൾ, അതിനുശേഷം ഇപ്പോൾ ഭാര്യയെ തന്നെ നേരിട്ടെത്തി വിവാഹേതര ബന്ധങ്ങൾ മന്ത്രിക്കെതിരെ ഉയർത്തുകയാണ്. മന്ത്രി തന്നെ പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ തനിക്ക് 5000-ഓളം പ്രണയങ്ങളുണ്ട്, ഇനിയും പ്രണയിക്കും, തന്നെ പ്രണയിക്കും, താനും പ്രണയിക്കും എന്നൊക്കെയുള്ള ചില പരാമർശങ്ങളൊക്കെ നടത്തിയതുമാണ്. എന്തായാലും അതൊക്കെ വലിയ രീതിയിൽ തിരിച്ചടിയാകുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും രാഷ്ട്രീയമായി ഇതിനെ കാണാൻ തന്നെയാണ് കോൺഗ്രസും BJPയും ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത്. യുവജന സംഘടനകൾ പ്രതിഷേധവുമായി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിന് ഇക്കാര്യത്തിലുണ്ടായ വീഴ്ചകളായിരിക്കും ഇനി വലിയ രീതിയിൽ വരും ദിവസങ്ങളിൽ ചർച്ചയാകുക എന്നുള്ളതിൽ സംശയമില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് തന്നെ ഈ പരാതി എത്തിയതാണ്. അവിടെ നിന്ന് ആരും തന്നെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റാരുമോ ബിന്ദു മേനോനെ വിളിക്കാനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാനോ തയ്യാറായില്ല. തൊട്ടു പിന്നാലെ തന്നെ പരാതിയുമായി സമീപിച്ച പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും നീതി ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ ആഭ്യന്തര വകുപ്പ് ഏത് രീതിയിലാണ് പോകുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ്, ഒപ്പം തന്നെ DGP അടക്കമുള്ളവർ ഇതിന് മറുപടി നൽകേണ്ടതായിട്ട് വരും. കാരണം സ്ത്രീ സുരക്ഷ പറഞ്ഞ അധികാരത്തിലേറിയ ഒരു സർക്കാരാണ് 2ാം പിണറായി സർക്കാർ. ആ സർക്കാരിലെ തന്നെ ഒരു മന്ത്രിക്കെതിരെയാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ. അതേ മന്ത്രിസഭയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പിലോട് പരാതിയായി ഉന്നയിക്കുന്നത്. ആ വകുപ്പ് ഇങ്ങനെ നിഷ്ക്രിയമായി പ്രവർത്തിച്ചതിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുമെന്നുള്ളതിൽ സംശയമില്ല. ആ രീതിയിലായിരിക്കും ഇനി ചർച്ച മുന്നോട്ട് പോകുക. എന്തായാലും ഒരു ഒത്തുതീർപ്പും രാഷ്ട്രീയ ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാകാം ഇന്നലെ ഈ പരാതി പറഞ്ഞതിന് പിന്നാലെ പോലീസിൽ പരാതി നൽകില്ല എന്ന് ഇന്നലെയും ബിന്ദു മേനോൻ പറഞ്ഞതാണ്. ഇന്നും അത് ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ പരാതി പോലീസിന് നൽകില്ല എന്ന് ബിന്ദു മേനോൻ പറയുമ്പോഴും ഇത്രയധികം പെട്ടെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രശ്നപരിഹാരം ഉണ്ടായതിലെ രാഷ്ട്രീയ ഇടപെടലടക്കം സംശയത്തിന്റെ നിഴലിലാണ്. അക്കാര്യത്തിലും വരും ദിവസങ്ങളിൽ വിമർശനവും വിവാദവും ചർച്ചയും പ്രതിഷേധങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഗൗതം.